ഇറങ്ങി പോയി കഴിഞ്ഞാൽ അതിനൊപ്പം തന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് അതേമാതിരി ചെയ്ത് വരുന്നതാണ്. പിന്നെ ഈ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് പറയുന്നത് സ്ഥലത്തിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. നമ്മുടെ അടുത്ത് ഇത്ര മീറ്റർ വീതിയിൽ വേണമെന്ന് നിങ്ങൾ തന്നെ ജനകീയ കമ്മിറ്റിയുടെ എല്ലാം കൂടിയിട്ട് തീരുമാനിച്ച രീതിയാണ്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കാര്യങ്ങൾ ഒരു പരിധി വരെ നമുക്ക് ഇതിനൊന്ന് ഇടപെടാൻ പറ്റും. നമ്മൾ സ്ഥലം വിട്ടുതരുന്നതിനനുസരിച്ചാണ് നമ്മൾ ചെയ്തു വരുന്നത്. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നേരത്തെ പറഞ്ഞു നമ്മൾ താവൂന്ന് കടലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വരുന്നത് അവിടെ നിങ്ങൾക്ക് തന്നെ അറിയില്ല പോകുന്നത് കുറേ മരങ്ങളാണ്. ഫുള്ളായിട്ട് മരങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒറ്റയടിക്ക് വെറുതെ പോയിട്ട് മുറിച്ച് കളയാൻ പറ്റുന്ന രീതിയല്ല. വികസനത്തിനാണെങ്കിൽ അത് ട്രീ കമ്മിറ്റിയിൽ വെച്ചിട്ട് അപ്രൂവൽ മേടിച്ചതിന് ശേഷം മാത്രമേ ഇത് മുറിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഞാൻ വിളിച്ചിട്ടുണ്ട്, ഇതിലോട്ട് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അതിൽ ഫോറസ്റ്റ് ഓഫീസർ എല്ലാവരും കൂടിയിട്ടുള്ള ട്രീ കമ്മിറ്റിയിൽ അപ്രൂവ് ചെയ്തിട്ട് തെങ്ങ് മുറിക്ക് നമ്മൾ അത് മുറിച്ചിട്ട് അവിടെ വർക്ക് തുടങ്ങി. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ കോൺട്രാക്ടറിൻ്റെ എത്രയും പെട്ടെന്ന് നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞു. ഒരു മാസം കുറച്ച് ദിവസമായി നമ്മൾ സൈറ്റ് അവർക്ക് വർക്ക് ചെയ്യുന്നതിനായിട്ട് കൊടുത്തത്. നമ്മൾ ആദ്യം ഉദ്ഘാടനം എന്ന് പറഞ്ഞിട്ട് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് അതിൻ്റെ പിറ്റേന്ന് പറഞ്ഞാണ് പറഞ്ഞത്. ഇങ്ങനെ നിങ്ങൾക്ക് പോവുകയാണ്. എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മൾ ദിവസങ്ങൾ ഡിലേ ആയി പോകുന്നതിനനുസരിച്ച് കരാറുകാരൻ അതിനനുസരിച്ച് അവർ ഇത് ചെയ്യും. നമ്മൾ കുറേയൊക്കെ ഡിലേ ആയി പോയി കഴിഞ്ഞാൽ കരാറുകാർ പിന്നെ പ്രവർത്തിക്കുന്ന എല്ലാം ഒഴിവാക്കാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൽ യാതൊരു ഇതും ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് ചെയ്യുന്നതിനായിട്ട് ആക്കി കൊടുക്കേണ്ട നമ്മുടെ അവർക്ക് പ്രവൃത്തി ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ സ്ഥലം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അവർ എന്തെങ്കിലും കംപ്ലൈൻറ്റ് അങ്ങനെ കാര്യങ്ങൾ നമുക്ക് സ്ഥലം പ്രവൃത്തി ചെയ്യാൻ ചെയ്യുന്നതിനായിട്ട് സ്ഥലം കാര്യങ്ങളൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ വേറെ തീരുമാനത്തിലേക്കൊക്കെ പോകുന്നതിനുള്ള വീട് അങ്ങനെ എന്തെങ്കിലും രണ്ട് സൈഡും നല്ല കൈകാണ്. ആ രീതിയിലേക്ക് തന്നെ വൃത്തിയായിട്ട് ഇത് കൊണ്ടുപോകുകയാണ്. നിങ്ങളെ പോലെ തന്നെ നമ്മളും അങ്ങനെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ നാളെ കാര്യങ്ങളിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു, ചൊവ്വാഴ്ച വിളിച്ചാൽ. അപ്പോൾ പൊതുവെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതേമാതിരി കുറേ സൈറ്റുകളുണ്ട്. എല്ലാവരും ചിലപ്പോൾ വിളിച്ച് നമ്മളെ വിട്ടു പോകും. ഒന്നോ രണ്ടാളും നമ്മൾ വിളിച്ച് ഇങ്ങനെ വെച്ച് എല്ലാ സൈറ്റുകളും വരുന്നുണ്ട്. നമ്മളെ ഇതേമാതിരി നോക്കേണ്ടതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും. അതിനെ വിളിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓഫീസിൽ വിളിച്ചാലിട്ടുണ്ട് സാധാരണ ഓഫീസിൽ നമ്മൾ അയച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് പ്രശ്നം. നമുക്ക് എത്രയും പെട്ടെന്ന് വർക്ക് തുടങ്ങാൻ സ്ഥലത്തിൻ്റെ. പിന്നെ ഇതിന് പൊതുവെ പറയാനുള്ളത് റോഡ് വർക്ക് ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതായത് എന്താ പറയുക, ഞാനിപ്പോൾ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. നമ്മൾ ദില്ലി പറയുന്ന മാതിരി സെൻട്രൽ റോഡിൻ്റെ സെൻട്രലാണ് പ്രശ്നം. സ്ഥലം വിട്ടുതരില്ല പ്രശ്നങ്ങളൊക്കെ നമ്മൾ വേണ്ട ഇതെന്ന് പറഞ്ഞു. സെൻട്രൽ തുടങ്ങി ഞാൻ 2 ഇതെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ വരയ്ക്ക് അത് ഒഴിവാക്കിയിട്ട് അപ്പുറത്തേക്കൊക്കെ ചെയ്തു. അത് പിന്നെ അവിടെ എത്തിയപ്പോൾ അപ്പോഴും എത്തിയപ്പോൾ MLA വന്ന് ഇടപെട്ടു. അദ്ദേഹം സംസാരിച്ചു, അവർക്ക് ചെയ്തു കൊടുത്തു. എന്നിട്ട് അവർക്ക് ഏത് രീതിയിലാണ് വേണ്ടത് അതേമാതിരി നമ്മൾ ചെയ്തു കൊടുത്തു. ആ പ്രശ്നം അവിടെ ചെയ്യുന്നു. റോഡ് എല്ലാ സ്ഥലവും ക്ലിയർ ചെയ്തിട്ട് നമുക്ക് റോഡ് വർക്ക് ചെയ്യാമെന്നുള്ളത് കുറച്ച് പോസിബിലിറ്റി അല്ലാത്തൊരു കാര്യമാണ്. നമുക്ക് എല്ലാ സ്ഥലവും കൃത്യമായിട്ട് ക്ലിയർ ചെയ്തിട്ട് ഒരു സ്ഥലത്ത് സ്റ്റാർട്ട് ചെയ്ത് അതിനനുസരിച്ച് മെല്ലെ തുടങ്ങി ഉണ്ട്. നമ്മളിപ്പോൾ ഇവിടെ പ്രശ്നം പറഞ്ഞാൽ ഇപ്പോൾ നല്ല സീസണാണ്. വർക്ക് ഈ സമയത്ത് കോൺക്രീറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ജനുവരി ഫെബ്രുവരിയിലൊക്കെ നമ്മുടെ വർക്കുകൾ കോൺക്രീറ്റ് വർക്കുകൾ തീർന്നു കഴിഞ്ഞാൽ നമ്മുടെ മാർച്ച് ഏപ്രിലൊക്കെ ടാർഗറ്റിന് വെക്കാനുള്ള പ്ലാനിങ്ങാണ്. അതായത് കോൺക്രീറ്റ് വർക്ക് മൊത്തം കംപ്ലീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ ടാർഗറ്റിലേക്ക് കടക്കുള്ളൂ. നമ്മളിപ്പോൾ ഡിലേ ആവുന്നതിനനുസരിച്ച് എന്താ പറയുക, കോൺക്രീറ്റ് വർക്കുകളും ഡിലേ ആയി പോയിക്കൊണ്ടിരിക്കും. അപ്പം പിന്നെ അടുത്ത മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോഴേക്കും ടാർഗറ്റ് വർക്കുകൾ നടന്നിട്ടില്ലെങ്കിൽ ആ സീസൺ ഈ എനിക്കറിയാം സൈഡൊക്കെ എടുക്കുമ്പോഴും ചെടിയും മണ്ണും കാര്യങ്ങളെല്ലാം ഉണ്ടാകും. അപ്പം മഴക്കാലത്ത് അത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിട്ട് വരും. അത് പരമാവധി ഇപ്പോൾ തീർക്കാണെങ്കിൽ നമ്മൾ മാർച്ച് ഏപ്രിൽ മാസത്തിൽ ടാർഗറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാനിങ്ങിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വർക്ക് ഡിലേ ചെയ്യുന്നതിനനുസരിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ കോൺട്രാക്ടറും ഡിമാൻഡ് ചെയ്യും. അവർ ഒരു എഗ്രിമെൻറ്റ് വെക്കുന്ന പീരീഡിൽ ഇത്ര എമൗണ്ട് വർക്ക് ഡിലേ ആകുന്നതിനനുസരിച്ച് അവർക്ക് ഇങ്ങനെ മെറ്റീരിയൽസിന് എമൗണ്ട് കൂടിക്കൊണ്ട് വരുന്നതൊക്കെ പറഞ്ഞു. അപ്പം എല്ലാവരും പറയാനുള്ള എല്ലാവരും കൂടി സഹകരിച്ചിട്ട് ചെയ്യാനുള്ള ഒരു